മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ പേരിൽ വ്യാജ സർക്കുലർ. ഏകീകരണ കുർബാന അർപ്പിക്കേണ്ട നിർദ്ദേശങ്ങൾ എന്ന പേരിലാണ് സർക്കുലർ. എല്ലാ പള്ളികളിലും മദ്ബഹ വിരി ഉപയോഗിക്കണമെന്നാണ് വ്യാജ സർക്കുലർ പറയുന്നത്. വിശ്വാസികൾ തെറ്റിദ്ധരിപ്പിക്കുന്നതിനാണ് സർക്കുലർ എന്ന് സഭാ അനുകൂല വിഭാഗം അറിയിച്ചു. സഭാ നേതൃത്വത്തിന്റെ നടപടിക്ക് പിന്നിൽ ചങ്ങനാശ്ശേരി വിഭാഗം എന്ന് വരുത്തി തീർക്കാനും ശ്രമമുണ്ട്. സർക്കുലറിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ വ്യാജ ഒപ്പും മേജർ ആർച്ച് ബിഷപ്പിന്റേത് എന്ന പേരിലുള്ള സർക്കുലറിന് പിന്നിൽ ദുരൂഹതയുണ്ട്. ടോം കുര്യാക്കോസ് ചേരുന്നു. ടോം, സഭാ തർക്കം അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ്. അവിടെയാണ് ഇത്തരം ചില സംഗതികൾ കൂടി സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസമാണ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഏകീകരണ കുർബാന നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കും വിശ്വാസികൾക്കുമായി സർക്കുലർ പുറപ്പെടുവിച്ചത്. എന്നാൽ ഇതിന് പിന്നാലെ തങ്ങൾ ഈ സഭാ നേതൃത്വത്തെ അംഗീകരിക്കില്ല, ഏകീകരണ കുർബാന നടപ്പാക്കാൻ തയ്യാറല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുകയുണ്ടായി. അതായത് ഈ സീറോ മലബാർ സഭയില് നിലവിൽ നടപ്പാക്കിയിരിക്കുന്ന നിലവിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഏകീകരണ കുർബാനയോട് തങ്ങൾ സഹകരിക്കില്ല, നിലവിൽ നടപ്പാക്കി പോരുന്ന ജനാഭിമുഖ കുർബാന തന്നെ തുടരും എന്നായിരുന്നു സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ നിലപാട്. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ സഭയുടെ വിവിധ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ, ചില വിമത വിഭാഗത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ ഒരു മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റേതെന്ന പേരിൽ ഒരു സർക്കുലർ പ്രചരിക്കുന്നത്. അതായത് ഏകീകരണ കുർബാന അർപ്പിക്കേണ്ട നിർദ്ദേശങ്ങൾ എന്ന പേരിലാണ് ഈ വ്യാജ സർക്കുലർ ഉള്ളത്. എല്ലാ പള്ളികളിലും മദ്ബഹ വിധി ഉപയോഗിക്കണമെന്ന് ഈ വ്യാജ സർക്കുലർ പറയുന്നുണ്ട്. അതായത് നേരത്തെ മുതൽ തന്നെ ഈ ഏകീകരണ കുർബാന നടപ്പാക്കുന്നത് ചങ്ങനാശ്ശേരി വിഭാഗത്തിന്റെ ഒരു അജണ്ടയാണ്. ഇതേ തുടർന്നാണ് ഇത്തരം ഒരു നീക്കങ്ങൾ, സഭയിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് വരുത്തി തീർക്കുന്നതിന്റെ ഭാഗമാണ്. അതായത് ഈ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പള്ളികളിൽ മദ്ബഹയിൽ വിരി ഉപയോഗിക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ചില പള്ളികളിൽ നടപ്പാക്കുന്ന നിർദ്ദേശങ്ങളാണ് ഈ വ്യാജ സർക്കുലർ. അതായത് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനാണ് വ്യാജ സർക്കുലർ ഇറക്കിയിരിക്കുന്നത് എന്നാണ് ഈ സഭ അനുകൂല വിഭാഗം ആരോപിക്കുന്നത്. സഭാന്തത്തിന്റെ നടപടിക്ക് പിന്നിൽ ചങ്ങനാശ്ശേരി വിഭാഗം എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളുണ്ട്. ഈ സർക്കുലറിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ വ്യാജ ഒപ്പം വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി, അവിടെ ഒപ്പം ഇട്ടിട്ടുണ്ട്. മേജർ ആർച്ച് ബിഷപ്പ് എന്ന പേരിലുള്ള സർക്കുലറിന്റെ പിന്നിൽ ദുരൂഹതയുണ്ട്. അതിന് പിന്നിൽ വിമത വിഭാഗം എന്നാണ് സഭാ അനുകൂലികൾ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സഭാ നേതൃത്വം ഉടൻ തന്നെ ഇത് വിശദീകരണം പുറത്തിറക്കും. സഭാ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകാനും ഒരുങ്ങുകയാണ്. ടോം കുര്യാക്കോസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. മൂന്നാർ